ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കാര്യം കണ്ട ആ അമ്മ ആ കുട്ടിയുടെ വീട്ടുകാരോട് ആ കാര്യം തുറന്നു പറഞ്ഞു. അതിന് ആ അമ്മക്ക് പകരമായി കിട്ടിയ സമ്മാനം ആ അമ്മയുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ചശക്തി ഇല്ലാതാക്കി. ആ കുട്ടിയെ പീഡിപ്പിച്ച ആ വ്യക്തി ആ അമ്മയുടെ രണ്ട് കണ്ണിൻ്റെ കാഴ്ചയും കവർന്നെടുത്തു. ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും പറയാൻ ഒരുങ്ങിയില്ല. ഒരു ദിവസം ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് ഈ വിവരം പറഞ്ഞു. അത് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അമ്മ ആദ്യം ചെന്ന് അവർ അയാൾ ചെന്ന് കുറച്ച് പടക്കം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് കണ്ടതും കേട്ടതും എല്ലാം ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചേട്ടൻ എങ്ങനെയൊക്കെയാണ്, നമ്മളൊരു കുട്ടീനെ ആണെങ്കിലും നമ്മൾ പറയില്ലേ, അത് ഓർത്ത് ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ കപ്പിൽ മണമില്ലാത്ത ആസൻ്റായിരുന്നു കയ്യിലിരുന്നത്. അത് എൻ്റെ തലമുടിയെ പിടിച്ചിട്ട് മുഖത്തോട്ട് ഒഴിച്ചു. അങ്ങനെയാണ് എൻ്റെ കണ്ണു പോയത്. എന്താണല്ലേ നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരവസ്ഥ. കാമം തലക്ക് പിടിച്ചാൽ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും ഒരു ചിന്തയുമില്ല. അത് സ്വന്തം അമ്മയാണോ, പെങ്ങളാണോ, കൂടപ്പിറപ്പാണോ, ഒന്നും ഒരു ചിന്തയില്ല. കൊച്ചുകുട്ടിയായോ വലിയവരായാലോ പ്രായമുള്ളവരായാലോ ഒന്നും ആ ഒരു വ്യക്തി ചിന്തിക്കാറില്ല. എന്തിന്, മൃഗങ്ങളെ പോലും വെറുതെ വിടാത്ത കാലമാണല്ലേ. അവർക്ക് എന്താണ് അവരുടെ മാനസികാവസ്ഥ അത് തീർക്കാൻ വേണ്ടി മുന്നിൽ ആരെയാണോ കാണുന്നത് അവരെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളൊന്നും ശരിക്കും സ്റ്റേഷനിൽ ഹാജരാക്കുകയോ പോലീസിനോ കോടതിക്കോ വിട്ടുകൊടുക്കുകയോ ഒന്നല്ല ചെയ്യേണ്ടത്. അവരൊക്കെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം. ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ തോന്നാത്ത വിധത്തിലുള്ള മർമ്മത്തിനിട്ടുള്ള അടികളായിരിക്കണം അവർക്ക് കിട്ടേണ്ടത്, അല്ലേ? അല്ലാതെ നമ്മളിതിന് പോലീസിലും കോടതിയിലും കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ വീണ്ടും ശിക്ഷ കഴിഞ്ഞിട്ട് അതേ തെറ്റിലേക്ക് തന്നെയാണ് വീണ്ടും ഇറങ്ങിപ്പോരുന്നത്. ഇവരൊക്കെ നമ്മൾ തന്നെ ശരിക്കിട്ട് പെരുമാറണം. നമ്മുടെ കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മളിവർ കേസാക്കിയിട്ടൊന്നും ഒരു ഉപകാരമില്ല. അവർ തിന്ന് കൊഴുത്ത് ഇറങ്ങി വരില്ലാതെ വീണ്ടും നമ്മുടെ മക്കൾക്ക് തന്നെ ഒരു ഭീഷണിയായിട്ടാണ് ഇവരൊക്കെ ഇറങ്ങി വരുന്നത്. ആ ഒരു ധൈര്യമാണ് അവർ വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അമ്മക്ക് കണ്ടുപോയതിലൊന്നല്ല സങ്കടം, ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ കാണുന്നതിന് നല്ലത് കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ആ അമ്മ പറയുന്നത്. ഇനിയെങ്കിലും ഒരു മക്കൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ. ആ അമ്മയെ പോലെ തന്നെ ആരാണോ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് അവർ യാതൊരു മടിയും കൂടാതെ അത് തുറന്നു പറയണം. ആ തുറന്നു പറയുന്ന മനസ്സിലൂടെയാണ് നമുക്ക് വേറൊരു കുട്ടിയെ കൂടി രക്ഷിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ആ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കുമില്ലേ കുട്ടികൾ, നമ്മുടെ കുട്ടികളെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ മോശമായി പെരുമാറിയാൽ നമ്മൾ നോക്കി നിൽക്കും. ആ ഒരു കാര്യമേ ആ അമ്മയും ചെയ്തുള്ളൂ. ആ അമ്മക്ക് നഷ്ടമായത് നികത്താൻ പറ്റാത്തൊരു കുറവ് തന്നെയാണ്.